വളരെ വേദനിപ്പിക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ നടന്നത്. അതില് ആദ്യം തന്നെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളിപ്പോ ഈ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ഒപ്പാണ്. പ്രത്യേകിച്ച് യാതൊരു തീരുമാനങ്ങളും ഇപ്പോൾ എടുത്തിട്ടില്ല. അത് ജനവികാരവും മറ്റും കണക്കിലെടുത്തുകൊണ്ട് ഉചിതമായിട്ടൊരു തീരുമാനം ഇന്നും നാളേക്ക് ഏറ്റെടുക്കും. അത് നിലവിൽ എന്താണ് ഈ അപകടത്തിനുണ്ടായ കാരണമെന്നോ അതിനുണ്ടായ ഒരു സാഹചര്യമെന്നോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? യാതൊരു വ്യക്തതയില്ല. യാതൊരു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഒരു എൻക്വയറി, ഡീറ്റെയിൽഡ് എൻക്വയറിയും ഫോറൻസിക് ആയിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കൂ. ഈ നിലവിലിപ്പോൾ ഈ രാവിലെ തന്നെ അവിടെ വീണ്ടും ഈ പോലീസ് സംഘത്തെ പരിശോധന ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ അതെ. ഇതിലിനിയിപ്പോൾ എന്താണ് തുടർ നടപടികൾ? ഇതിൽ 3 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് മരിച്ചവരിൽ. ബാക്കിയുള്ളവരെ ഇനിയും തിരിച്ചറിയാനില്ലേ? അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിലൊരു വ്യക്തത വന്നിട്ടില്ലേ? അല്ല, എത്ര ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തതയില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊരു കറക്റ്റ് ലോഗിങ്ങോ ഒന്നുമില്ല. അപ്പോ ഒരു 10-40 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിവ്. അതിൽ കൃത്യത ഇനിയും വന്നിട്ടില്ല. ഇനിയിപ്പോൾ തുടർ നടപടികൾ എങ്ങനെയാണ്? ഈ മന്ത്രിസഭാ യോഗം, ഈ മന്ത്രിമാരുമായുള്ള ചർച്ച അത് എപ്പോഴാണ് വെച്ചിരിക്കുന്നത്? അത് നാളെ കാലത്താണ് ചർച്ച വെച്ചിട്ടുള്ളത്. ഈ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം സർക്കാർ പറയുന്നതനുസരിച്ച് ചെയ്യുമെന്നാണ് നിങ്ങളും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ഈ പൂരം വലിയ രീതിയിൽ തന്നെ നടത്താനാണോ തീരുമാനം? അല്ല, അങ്ങനെ ഒരു തീരുമാനവും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ യോഗം ഇനിയും കൂടിയിട്ടില്ല. ദേവസ്വത്തിന്റെ ഉള്ളില് ചർച്ചകൾ നടത്തും, ദേവസ്വങ്ങൾ തമ്മിൽ ചർച്ചകൾ നടത്തും. അത് കഴിഞ്ഞ് സർക്കാരുമായിട്ട് ഒരു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ തീരുമാനമായിരിക്കും. യാതൊരു സംശയമില്ല. അതിലൊരു വേറെ അഭിപ്രായം ആർക്കും ഉണ്ടാവില്ല. ഒരു തീരുമാനം എടുക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമായിരിക്കും. സ്ഥലത്ത് ഈ വെടിക്കെട്ടുപുരയിൽ ഉണ്ടായിരുന്നവരെല്ലാം മലയാളികൾ തന്നെയായിരുന്നോ? അതെ അതെ, എൻ്റെ അറിവിൽ ഇതെല്ലാവരും മലയാളികൾ തന്നെയായിരുന്നു. വേറെ സാധാരണ അന്യ സംസ്ഥാനങ്ങളിലെ ആൾക്കാർ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. അത് ഇതിനായി തെരഞ്ഞെടുത്ത ഒരു സ്ഥലം, ഈ വെടിക്കെട്ടുപുര നിർമ്മിക്കാനായി തെരഞ്ഞെടുത്തത് ഒരു വിജനമായ സ്ഥലം തന്നെയാണ്. ഒരുപക്ഷെ അത് വലിയ രീതിയിൽ തന്നെ ഇതിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്, ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, അത് സാധാരണ ഈ ലൈസൻസ് അനുവദിക്കുമ്പോൾ ഇത്ര മീറ്റർ അകലത്തിൽ മാത്രമാണ് വീടുകളോ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. ആ നിയമപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.